ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പിന്തുണ തേടി ബി.ജെ.പി. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിച്ചു. സി.പി. രാധാകൃഷ്ണന് പിന്തുണ തേടിയാണ് സംസാരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി എസ്. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, സ്വാഭാവികമായും ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി തന്നെയാകും വിജയിക്കുക. സാങ്കേതികമായുള്ള ഒരു മത്സരം ഒഴിവാക്കാൻ തന്നെയാണോ നിലവിൽ ഇപ്പോൾ എൻ.ഡി.എ മുന്നോട്ട് വയ്ക്കുന്നത്, ഇത്തരത്തിൽ മത്സരം ഒഴിവാക്കുക എന്നുള്ളൊരു നിർദ്ദേശം? സ്വാഭാവികമായും രോഹിണി, ഈ തെരഞ്ഞെടുപ്പ് അതിൽ വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ ബി.ജെ.പി മുന്നോട്ട് വെച്ച എൻ.ഡി.എ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ ജയിക്കും. അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. പക്ഷേ ഉപരാഷ്ട്രപതി സ്ഥാനം പോലെ ഒരു ഭരണഘടനാ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ്, വോട്ടെടുപ്പ് പോലെ ഒരു കാര്യം നടക്കേണ്ടതില്ല. നേരെ മറിച്ച് അത് ഒരു സമവായ സ്ഥാനാർത്ഥി തന്നെ വരട്ടെ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. ഇന്ന് രാവിലെ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാജ്നാഥ് സിംഗ് സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് എം.കെ. സ്റ്റാലിനുമായി സംസാരിച്ചത്. അതിനൊരു കാരണം, സി.പി. രാധാകൃഷ്ണൻ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അതിനാൽ തന്നെ ഈ തമിഴ് സ്വത്വവും തമിഴ് അസ്മിതയും ഒക്കെ പറയുന്നയാളാണ് എം.കെ. സ്റ്റാലിൻ. അദ്ദേഹത്തിൻ്റെ തനി നിറം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് കൂടി ഈ കാര്യത്തിൽ ഉണ്ട്. അദ്ദേഹത്തോട് പിന്തുണ തേടിയിരുന്നു. പക്ഷേ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല എന്ന നിലപാടാണ് എം.കെ. സ്റ്റാലിൻ എടുത്തിട്ടുള്ളത്. ഒരു തമിഴ്നാട്ടുകാരൻ ഇത്ര വലിയ ഭരണഘടനാ പദവിയിലേക്ക് മത്സരിക്കുമ്പോഴും രാഷ്ട്രീയം മാത്രമാണ് വലുത് എന്നാണ് എം.കെ. സ്റ്റാലിൻ തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വർത്തമാനം, വാക്കുകൾ അങ്ങനെയല്ല. താൻ തമിഴ്നാടിൻ്റെ മൊത്തം രക്ഷകൻ എന്ന രീതിയിൽ സ്വയം അവതരിപ്പിക്കുന്ന സ്റ്റാലിൻ ഇതാ തമിഴ്നാട്ടിൽ നിന്നൊരാൾ ഭരണഘടനാ പദവിയിലേക്ക് മത്സരിക്കുമ്പോൾ പിന്തുണയ്ക്കില്ല എന്നാണ് പറയുന്നത്. അതോടെ ഒരു കാര്യം ഉറപ്പാവുന്നത്, മത്സരം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ്. പക്ഷേ പ്രധാനമന്ത്രിയും ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുക്കും എന്ന് മനസ്സിലാകുന്നുണ്ട്. സി.പി. രാധാകൃഷ്ണൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം സൗമ്യനാണ്. ആരുമായും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കൽ രാഷ്ട്രീയം നടത്തുന്നയാളല്ല. അതിനാൽ തന്നെ സർവ്വസമ്മതനായ വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തെ ബി.ജെ.പി അവതരിപ്പിച്ചത്.